ടി അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഈ അടുത്ത സമയത്ത് വന്ന പ്രശ്നങ്ങൾ. അത് അയോധ്യ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. കാര്യം എന്ത് പറഞ്ഞാലും ഈ അടുത്ത കാലത്ത് അത് ഉയർന്നു, അതിൻ്റെ പ്രതിഷ്ഠ ഇതെല്ലാം വളരെ ആഘോഷമായിട്ട് രാജ്യം കൊണ്ടാടിയതാണ്. അത് മാത്രമല്ല, ഒരുപാട് ബലിദാനങ്ങൾ നടന്ന, ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തി ഹിന്ദു സമൂഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞ, ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരു വലിയ അങ്ങനെ ഒരു സംഭവം തന്നെ വളരെ അപൂർവമാണ്. അപ്പോൾ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിടത്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അതിനെ അധികരിച്ചുണ്ടായ പ്രചാരണങ്ങൾ പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല. അത് എങ്ങനെയും ക്ഷേത്രത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു പലപ്പോഴും മാധ്യമങ്ങൾക്ക്. വളരെ വലിയ പ്രചാരണം, രാമചരിതമാനസ് ഉൾപ്പെടെ പോയി. പക്ഷേ അതെല്ലാം ഇന്നലത്തോടുകൂടി അതെല്ലാം ട്രസ്റ്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അതിനൊപ്പം എന്തെങ്കിലും സംഭാവന കൊടുത്തവർ, അവർക്കതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ ചെന്ന് കൈകാര്യം ചെയ്യാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലാവാത്തതേ, ഞാനൊരു 10 പവൻ്റെ മാല ഗുരുവായൂർ സമർപ്പിക്കുന്നു. 2 വർഷം കഴിഞ്ഞിട്ട് ആ മാല എവിടെ എന്ന് ചോദിക്കാൻ എനിക്കൊരവകാശമുണ്ടോ? അത് ഇതായിരിക്കുന്നു എന്ന് പറയാനുള്ള ബാധ്യത ഗുരുവായൂർ ദേവസ്വത്തിനുണ്ടോ? ഇത് രണ്ടും ഇല്ല എന്നാണ് എൻ്റെ വിചാരം. ഒരിക്കൽ കൊടുത്താൽ അത് അവരുടെയാണ്. അവരത് ഒരുക്കി കാണും, അല്ലെങ്കിൽ മ്യൂസിയത്തിൽ വെച്ച് കാണും, അല്ലെങ്കിൽ ദേവന് ചാർത്തി കാണും, അല്ലെങ്കിൽ ചുമ്മാ സ്റ്റോക്കിൽ വെച്ചിട്ടുണ്ടാവും. അത് അവരുടെ താല്പര്യമാണ്. ഞാൻ കൊടുത്താൽ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഈ 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട് ഞാൻ ഇത് കൊടുത്തു, അത് കാണുന്നില്ല എന്ന് പറയുന്നു. എന്തർത്ഥമാണ് ഇതിനൊക്കെ? എന്നിട്ട് പോലും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ഒരു ട്രസ്റ്റും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. അതാ നിങ്ങൾ തന്ന സാധനങ്ങളെല്ലാം എന്തായിരിക്കുന്നു. കാക്ക ഭുസുണ്ടി എന്ന് പറഞ്ഞൊരു കാക്കയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി ഒരു സ്ത്രീ കൊടുത്തിരുന്നു. രാമചരിതമാനസുണ്ട്, മറ്റേ സ്വർണ്ണ പാതകങ്ങൾ കൊടുത്തിരുന്നു. അതൊക്കെ ഡിസ്പ്ലേ ചെയ്തതായിരിക്കും. എല്ലാ സാധനവും ഉണ്ട്.